ട്രംപ് ഈസ് ഡെഡ് ട്രെൻഡിങ്, കിംവദന്തികൾക്ക് വിരാമം. ട്രംപ് ഈസ് ഡെഡ് എന്ന ഹാഷ്ടാഗ് ഓൺലൈനിൽ ട്രെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇത് വളരെ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും വലിയ കിംവദന്തികൾക്ക് കാരണമാവുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകദേശം 3 ദിവസത്തോളം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ നിന്നതോടെ ഈ ഊഹാപോഹങ്ങൾ ശക്തമായി. എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരു ഭയാനകമായ ദുരന്തത്തിന് തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തി. ദി സിംപ്സൺസിന്റെ സൃഷ്ടാവായ മാറ്റ് ഗ്രോണിങ്ങിന്റെ ഒരു തമാശ ഈ കോലാഹലങ്ങൾക്കെല്ലാം ആക്കം കൂട്ടി. മാറ്റ് ഗ്രോണിങ്ങിന്റെ ആ തമാശ, ആ പ്രവചനം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണത്തെക്കുറിച്ചുള്ള ദ സിംപ്സൺസ് സൃഷ്ടാവ് മാറ്റ് ഗ്രോണിങ്ങിന്റെ പഴയ പരാമർശങ്ങൾ ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ്. ജൂലൈയിൽ സാൻഡിഗോ കോമിക് സോണിന്റെ 37ാം സീസൺ പ്രൊമോട്ട് ചെയ്യുന്നതിനായി ഗ്രോണിങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാൾ മരിക്കുന്നതുവരെ ഷോ തുടരുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യസന്ധമായി പറഞ്ഞാൽ 36 എന്നത് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതി. ഗ്രോണിങ് തമാശ പറഞ്ഞു. ഇല്ല, അവസാനമില്ല, നമ്മൾ മുന്നോട്ട് പോകും. ആരെങ്കിലും മരിക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകും. ആരാണ് മരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തെരുവുകളിൽ നൃത്തമുണ്ടാകുമെന്ന് ദി സിംപ്സൺസ് പ്രവചിക്കുന്നു. അന്നത്തെ പ്രസിഡന്റ് വാൻസ് നൃത്തം നിരോധിക്കും. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ഒരു ഭയാനകമായ ചരിത്രമാണ് ഈ ഷോയ്ക്കുള്ളത്. അതിൽ റിപ്പബ്ലിക്കൻ നേതാവിനെ പ്രസിഡന്റായി കാണിച്ച 2000-ൽ സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും വൈറ്റ് ഹൗസ് എല്ലാ കിംവദന്തികളെയും തെറ്റായ പ്രവണതകളെയും അപലപിച്ചിട്ടുണ്ട്. ദി എക്കോണമിക് ടൈംസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങി പ്രമുഖ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് സ്ഥിരീകരിച്ചു. ട്രംപ് ജീവിച്ചിരിപ്പുണ്ട്, സുഖമായിരിക്കുന്നു. എന്നാൽ ട്രംപിന്റെ കൈകളിൽ കാണുന്ന ചതവുകൾ എന്താണ്? അത് ഇടയ്ക്കിടയ്ക്കുള്ള ഹസ്തദാനം മൂലവും ആസ്പിരിൻ ഉപയോഗം മൂലവുമാണെന്ന് വൈറ്റ് ഹൗസ് വിശദീകരിച്ചു. വീക്കത്തിനും ചതവിനും കാരണമാകുന്ന എന്നാൽ ജീവന ഭീഷണിയല്ലാത്ത ഒരു സാധാരണ അവസ്ഥയായ ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി CVI അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ വ്യക്തമാക്കി. പൊതുപരിപാടികളിൽ പങ്കെടുത്തില്ലെങ്കിലും ട്രംപ് തന്റെ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ സജീവമാണ്. അവിടെ തന്റെ കാടൻ നയങ്ങൾക്കെതിരായ, താരിഫുകൾക്കെതിരായ ഫെഡറൽ അപ്പീൽ കോടതി വിധിയോട് അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ആരോഗ്യ ഘടകങ്ങൾ മോശമാണോ? ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൗസ് ക്യാബിനറ്റ് യോഗത്തിനിടെ പരിക്കേറ്റ, അതായത് ചതവ് പോലെ തോന്നിക്കുന്ന കൈയുടെ ആ ചിത്രം വൈറലായതിനെ തുടർന്നാണ് ഈ ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തുടങ്ങിയതും അത് വൈറലായതും. അങ്ങനെയാണ് ട്രംപ് ദിവസം മുഴുവൻ പലർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചതവ് സംഭവിച്ചെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് ട്രംപിന്റെ കാലുകളിൽ വീക്കം കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചില സിരകളുടെ പ്രശ്നങ്ങളുണ്ടോ എന്ന് അദ്ദേഹത്തിന് വിട്ടുമാറാത്ത ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി ഉണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചു. എന്നാൽ 70 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിൽ ഇത് സാധാരണമായ അവസ്ഥയാണെന്ന് വൈറ്റ് ഹൗസിന്റെ കുറിപ്പിൽ പറയുന്നു. പ്രായം കാരണം ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അടിസ്ഥാനരഹിതമല്ല. ജനുവരിയിൽ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും പ്രായം കൂടിയ US പ്രസിഡന്റായിരുന്നു അദ്ദേഹം. എന്നാൽ ട്രംപ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയങ്ങൾ, എന്ന ഊഹാപോഹങ്ങളെല്ലാം അവസാനിച്ചത് അദ്ദേഹത്തിന്റെ ഗോൾഫ് ക്ലബിലേക്കുള്ള യാത്ര തന്നെയാണ്. ഓഗസ്റ്റ് 30 ശനിയാഴ്ച വാഷിംഗ്ടൺ DC വൈറ്റ് ഹൗസിന്റെ തെക്കൻ ഭാഗത്തുള്ള പുൽത്തകടിയിൽ ട്രംപ് തന്റെ കൊച്ചുമകളായ കൈ ട്രംപിനും സ്പെൻസർ ട്രംപിനുമൊപ്പം ഒരു മോട്ടോർ വേർഡിൽ കയറുന്നത് കണ്ടു. തന്റെ വെർജീനിയ ഗോൾഫ് ക്ലബിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു വെളുത്ത പോളോ ഷർട്ടും കറുത്ത പാന്റും തൊപ്പിയുമൊക്കെ ധരിച്ചിരുന്നു. പ്രാദേശിക സമയം രാവിലെ 9 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം വെർജീനിയയിലെ സ്റ്റെർലിംഗിലുള്ള ട്രംപ് നാഷണൽ ഗോൾഫ് കോഴ്സിൽ എത്തിയതായി പീപ്പിൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്റർനെറ്റിന് അതും വിശ്വാസമായിട്ടില്ല. ഗോൾഫ് കളിക്കുന്നതിന്റെ ഫോട്ടോ യഥാർത്ഥ ട്രംപ് അല്ലെന്നും അദ്ദേഹത്തിന്റെ ബോഡി ഡബിൾ ആണെന്നുമൊക്കെ ചിലർ തട്ടിവിടുന്നുണ്ട്.